എവരിവൺ, ഈ ഫോർ എജു ബൈ ഗൗരിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഗൗരി നന്ദ. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസിൻ്റെ 2ാം പാർട്ടാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓരോ അറിവും ചെറുതല്ല എന്നോർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന്? 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രശസ്തമായ പ്രസംഗത്തിൻ്റെ പേരെന്ത്? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇന്ത്യയെ കോളനിയായി കണ്ട് ഭരിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മഹാത്മാഗാന്ധി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്നത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന്? 1950 ജനുവരി 26. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? 13. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് അറ്റ്ലി. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വംശജൻ? ഋഷി സുനക്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പാർലമെന്റ് കെട്ടിടത്തിന്റെ പേരെന്ത്? സേവാ തീർത്ത്.
സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പേരെന്ത്? നമോ ഗ്രീൻ റെയിൽ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ എവിടെ നിന്നാണ് സർവീസ് ആരംഭിച്ചത്? ഹരിയാനയിൽ നിന്നും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2026 ആഘോഷിക്കുന്നത്? 80ാമത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി ആര്? ആചാര്യ വിനോബ ഭാവെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം? 1600. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഝാൻസി റാണി. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തം സിംഗ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നത് ആരുടെ വരികളാണ്? വള്ളത്തോൾ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാര്? മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഇർവിൻ പ്രഭു. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ വിദേശികൾ ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് നൽകുന്ന ഉയർന്ന പദവി ഏത്? സുബേദാർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ഹൈപ്പും ഒന്ന് അമർത്തണേ. താങ്ക് യു.